നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന സംഖ്യ ജനനസംഖ്യ 8 കുറിച്ചാണ്. അപ്പോൾ ഏതു മാസത്തിലെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 8 ജന്മസംഖ്യ ഉള്ളവരാണ്. അപ്പോൾ ഈ സംഖ്യ 8 എന്ന് പറയുന്നത് ശനിയുടെ ഒരു ചിഹ്നമായി നിൽക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ മറ്റു സംഖ്യകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംഖ്യയാണ് 8. വളരെയധികം നന്മകളും അതിൻ്റേതായ മേന്മകളും തത്തുല്യമായ തിന്മകളുമുള്ള വിചിത്രമായ ഒരു സംഖ്യ കൂടിയാണ് 8. അപ്പോൾ ഈ 8 സംഖ്യജാതർ അഗാധവും സാന്ദ്രവുമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയവരും തികഞ്ഞ വ്യക്തിത്വം ഉള്ളവരൊക്കെ ആയിരിക്കും. അതേ കണക്കിന് ഇവർക്ക് മറ്റുള്ളവരൊക്കെ ഇവരെക്കുറിച്ച് നല്ലത് പറയുവാനും നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ആയിരിക്കും ഇവരിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇവരതേ കണക്ക് തന്നെ ഒരു സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും തികഞ്ഞ ഒരു മതവിശ്വാസികളൊക്കെ ആയിരിക്കും. അതേ കണക്ക് തന്നെ ഇപ്പോൾ പൊതുജന സേവനങ്ങൾ ചെയ്യുന്നതിനും വളരെ സത്യസന്ധതയും നീതിനിഷ്ഠവും ഒക്കെ ഉള്ള ഒരു ആളായിരിക്കും. അതേ കണക്ക് തന്നെ സമുദായ സ്നേഹം, ദേവാലയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയുള്ളവരാണ്. പിന്നെ ഇവർ ഇതേ കണക്കൊക്കെ തന്നെയാണെങ്കിലും ഒരു നല്ല രീതിയിൽ ഭക്തിമാർഗത്തോടു കൂടി ഇപ്പോൾ ഒക്കെ ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടേതായിട്ടുള്ള സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത ഒരു സ്വഭാവമായിരിക്കും. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ ഇവർക്ക് ഉറക്കമുണ്ടാവുകയുമില്ല. ഒരു കാര്യത്തിനകത്ത് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഇവർക്കൊരു സ്വസ്ഥത വരത്തുള്ളൂ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി ക്രൂരന്മാരെന്നും ഒരു കഠിന ഹൃദയമുള്ളവരാണെന്നൊക്കെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ നല്ല സ്വഭാവമുള്ളവരും നല്ല പാവമാണ് ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇവരുടേതായിട്ടുള്ള ഉള്ളു തുറന്നൊന്നും പറയുകയില്ല. അത് കണക്ക് തന്നെ സന്തോഷം വന്നാലും ഇവർ വളരെയധികം ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുകയോ ഇങ്ങനെ ആഹ്ലാദപ്രകടനങ്ങൾ നടത്തുകയും ഒന്നും തന്നെ കാണത്തില്ല. ഒരു ചെറു പുഞ്ചിരി, ആ പുഞ്ചിരിയിൽ തന്നെ ഒരു ഐശ്വര്യം കാണും. നല്ല രീതിയിലുള്ളൊരു പുഞ്ചിരിയായിരിക്കും ഇവരുടേതായിട്ടുള്ളത്. അത് കണക്ക് തന്നെ നീതിബോധത്തോടും സത്യസന്ധതയോടും മനസ്സാക്ഷിക്കും അനുസരണമായിട്ടായിരിക്കും ഇവരുടേതായിട്ടുള്ള ജീവിതങ്ങളെല്ലാം ഇവർ നയിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇവർക്ക് ഏത് തൊഴിലും ചെയ്യുവാനുള്ള നല്ലൊരു മനസ്സുണ്ടായിരിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവരെ പണം ചെലവഴിക്കുന്ന കാര്യത്തിലൊക്കെ ഇച്ചിരി പിശുക്കൊക്കെ കാണിച്ചെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കുടേതായുള്ള ജീവിതത്തിൽ ഇവരുടെ പക്കൽ ഒഴിയാതെ പണമൊന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. കാരണം ആവശ്യമില്ലാത്ത രീതിയിൽ പണമൊന്നും ചെലവഴിക്കത്തില്ല. എന്തുവായാലും ശരി തന്നെ ഇവരുടെ സ്വപരിശ്രമം കൊണ്ട് തന്നെ ഇവർ ജീവിതത്തിലൊക്കെ വളരെയധികം അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു നല്ലൊരു ജന്മസംഖ്യ തന്നെയാണ് 8. പിന്നെ സ്ത്രീകളെക്കുറിച്ചും ഏകദേശം ഇതേ കണക്ക് തന്നെയാണ്. ഇവരുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുടിയൊക്കെ ഇച്ചിരി ചുരുണ്ടിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനേതായിട്ടുള്ള ഇതുണ്ടെങ്കിലും നല്ല സ്വഭാവവും പിന്നെ അതേ കണക്ക് തന്നെ ഭർത്താവിനെയും മക്കളെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നവരും മടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളവരായിരിക്കുമെങ്കിലും സർക്കാർ ജോലി കിട്ടുവാനൊക്കെ വളരെയധികം ചാൻസ് ഉള്ളൊരു സംഖ്യ തന്നെയാണ് ജനസംഖ്യ 8. അത് പുരുഷനാണെന്നുണ്ടെങ്കിലും നല്ല ഇത് തന്നെയാണ്. പിന്നെ ഇവർക്കുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ ഇവർക്കിപ്പം പുരുഷനെക്കുറിച്ച് പറഞ്ഞ കണക്ക് തന്നെ സ്ത്രീക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം തൻ്റെ കാലം കഴിഞ്ഞാലും തൻ്റെ ഒരു പേര് നിലനിൽക്കണമെന്ന വിചാരം ഇവർക്കുണ്ടായിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കാര്യം. പ്രസിദ്ധിയിൽ തനിക്ക് അശേഷം താല്പര്യമില്ലെങ്കിലും ആ ഒരു പേരൊക്കെ അങ്ങനെ നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ സ്ത്രീകളും വളരെയധികം ശ്രദ്ധിക്കും. ആ സ്വഭാവം തന്നെ അതാണ്. വിദ്യാഭ്യാസങ്ങളാണെങ്കിലും ഏതു കാര്യത്തിനകത്താണെങ്കിലും നല്ല നിലയിൽ നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ എന്നുള്ള ഒരു ജീവിത രീതി ആയിരിക്കും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.